അങ്ങനെ കഴിഞ്ഞ വീഡിയോക്ക് ശേഷം ഞാൻ ഇവിടെ നിന്ന് തല ഉണ്ടാക്കുവാണ് എങ്ങനത്തെ ഡിസൈൻ ഏത് ഡിസൈൻ എന്നത് ആലോചിക്കുന്നത്. അങ്ങനെ എനിക്ക് കുറച്ച് പേരുടെ ഐഡിയാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ഫസ്റ്റാണ് സ്റ്റോറേജ് ഏരിയ. അത് ഞാൻ ഇത്തിരി തലമുണ്ടാക്കി വീണ്ടും ആലോചിച്ചു. കാര്യം ഞാൻ വിചാരിച്ചിരുന്നത് സ്റ്റോറേജ് ഏരിയ നമുക്ക് ഈ താഴെ ഉണ്ടാക്കാമായിരുന്നു. അപ്പം ഞാൻ ഇത്രയും കൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം താഴെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുന്ന് എനിക്കിപ്പോൾ ഡയമണ്ട്സെല്ലാം കൊണ്ടുവച്ചാൽ അത് കുറേ ജസ്റ്റ് ഉറക്കേണ്ടി വരും. അപ്പോൾ ഈ ഏരിയയിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാം. അവിടെ നമ്മുടെ ഡയമണ്ട്സ് അങ്ങനെ കൂടിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ ഓരോരുത്തരും ഓരോ ഐഡിയ കിട്ടി. അപ്പോൾ റൂമിൽ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ബെഡ്റൂം. അത് ഈ ബ്രോയുടെയാണ്. ഈ ബ്രോ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുവാണ്. അപ്പം ആ ബെഡ്റൂം ഇവിടെ വരും. അപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് ഐഡിയാസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പലവരും പറയുന്നത് MC നിനക്ക് ബിൽഡ് ചെയ്യാൻ അറിയത്തില്ലടാ, ഇത്രയും നല്ല വീട് ഉണ്ടാക്കിക്കൊള്ളാത്ത വീട് ഉണ്ടാക്കിയിട്ട് മര്യാദക്ക് ഒരു ബെഡ് പോലും ബിൽഡ് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറയുന്നവർ കുറച്ച് പേര് കാണും. അവരൊരു കാര്യം പറയുന്നത് എന്തുണ്ടാക്കിയാലും നല്ലതായിട്ടുണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് 2 ബെഡാണ്. അത് അപ്പുറത്തുനിന്ന് 2 ഷീപ്പിനെ കൊന്ന് കിട്ടും. ഷീപ്പിനെ ഇന്നിട്ട് കിട്ടും. ഇപ്പോൾ 2 ബെഡ്. വൈറ്റ് ബെഡ് വെച്ചിട്ട് കാര്യമില്ല. വൈറ്റ് ബെഡ് പാടില്ല, ഇത്തിരി നല്ല ബെഡ് വേണം. ലെഫ്റ്റ് ഹാൻഡ് എനിക്ക് ക്യാരറ്റ് വെക്കാൻ കഴിയുമായിരുന്നു, ഒരുപാട് യൂസ് ആയതിനെ. ഷീൽഡ് ഇങ്ങനെ വെച്ച് കറങ്ങത്തില്ല. ബെഡ്റൊക്കെ പോയില്ലേ. അപ്പം ഇവിടെ നമുക്ക് 2 ബെഡ് ഉണ്ടാക്കാം. രണ്ടിനും കളർ വേണം. റെഡ് കൊടുത്താല, റെഡ് വേണ്ട, ബ്ലൂ മതി. അപ്പോൾ ഈ പൂ വെക്കണം. ഇങ്ങനെ തന്നെ മൂന്നാമത്തെ തപ്പണം. ഈ കളറാണ് നല്ല രസമായിരിക്കും. നൈസ്. ഇനി നമുക്കിത് ഇതാക്കാം, ഡൈ ആക്കിയിട്ട് 6 ബോൾ ഇങ്ങനെ ആക്കണം. ആ ഡൈയും വെക്കണം. അത് 6 ഡൈ ആകും. ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്തു പറയുന്നത്, നിക്ക് എനിക്ക് വൈറ്റ് കളർ ഓൾറെഡി എൻ്റെ ഉണ്ട്. പച്ച വല്ലതും ഉണ്ടോ? പച്ചയില്ല. ഒരു 4 മഞ്ഞ എടുക്കാം. തൽക്കാലം നമുക്കിപ്പോൾ എൻജോയ്മെൻറ്റ് റൂമൊന്നും സെറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഡയമണ്ട് ഇല്ല. അപ്പം ഇവിടെ ഇങ്ങനെ 2 ബെഡ് വെക്കണം. ഇവിടെ ഇല്ല, ഇവിടെ ഇങ്ങനെ 2 ബെഡ്. അവിടെ ഇവിടെ. ഇനി എനിക്ക് 2 സ്റ്റെയർ ഉണ്ടാക്കണം. സ്റ്റോണിൻ്റെ മതി. എൻ്റെ ഈ സ്മൂത്ത് സ്റ്റോണോ സാധാ സ്റ്റോണോ എല്ലാം കാണും. ബാരിയർ ഉണ്ടാവുമല്ലോ അല്ലേ? അതേണ്ട്. ഒരെണ്ണത്തിന് 6 എണ്ണമോ? 2 എണ്ണമൊക്കെ പോരേടി. അതിൻ്റെ അർത്ഥം ഇനി എനിക്ക് തപ്പണം 10 എണ്ണം. 6 എണ്ണവും കൂടെ തപ്പണം. 6 മഞ്ഞപ്പൂ ഇവിടെ എല്ലാം കടന്ന് കിട്ടും. ഇനി അത് കളക്ട് ചെയ്യാം. 1 2 3 4 5 6 7 ഇതേം കിട്ടി 8. 2 ബാരിയർ റെഡി. ബാരിയർ അല്ലേ? യെല്ലോ ബാരിയർ. യെസ്. ആൻഡ് നമുക്ക് ഇതെടുക്കാം. ഇവിടെ വെച്ചാൽ ആ ബാരിയർ കറക്റ്റ് ഞാൻ വിചാരിക്കുന്ന പോലെ ആവും. അത് തന്നെ. ഈ 2 ബെഡ് ഞാൻ പൊട്ടിക്കുക തൽക്കാലം. ഈ ബാരിയറിനാണ് ഫോക്കസ് ചെയ്ത് പൊട്ടിക്കണ്ടേ. ഇവിടെ ഈ ബാരിയർ പൊട്ടാൻ ഇത്തിരി പാടായി ബാരിയർ. അപ്പം ഇത് ഞാൻ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ ബെഡ്. വുഡിൻ്റെ ആയിരുന്നെങ്കിൽ അകത്ത് ഡീറ്റെയിൽ വരിക. ലൈക്ക് അത് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ച്. എനിക്ക് വുഡിൻ്റെ എൻ്റെ ചെസ്റ്റിനകത്ത് ഞാൻ എടുത്തിട്ട് വരാം. ഈ സ്റ്റോൺ പൊട്ടിച്ചിട്ട് ഇത് പറയുന്നേ ഇത് വെക്കുമ്പം ആ വുഡിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ബെഡ് വെക്കുമ്പോൾ ഇത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ബെഡ്.
അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ഇത് സെറ്റായി. ഇനി ഇവിടെ കാർപ്പറ്റ് വെക്കണം ഗോൾഡിൻ്റെ. ആ കാർപ്പറ്റ് ബ്ലൂവും പിന്നെ വൈറ്റുമായി മിക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വീണ്ടും ബ്ലൂ ചെടി തപ്പണം. 2000 years later. ഇതിപ്പോൾ ഞാൻ ഇവിടെ ടോർച്ച് വെച്ചിട്ടില്ല. സോംബി സ്പോണുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിവിടെ വെക്കണം, ഇതിവിടെ വെക്കണം, ഇതിവിടെ വെക്കണം, ഇതിവിടെ വെക്കണം, ഇതിവിടെ വെക്കണം. തികയില്ല. ഇതിവിടെ വേണ്ട. ആരാടാണ് ഇതിവിടെ വേണമെന്ന്? ഇതിവിടെ വെക്കണം, ഇതിവിടെ വെക്കണം, ഇത്രേ ഉള്ളൂ. അതിലൊരു സ്ലാബ് ഇങ്ങനെ വെക്കണം. MC-യുടെ ബെഡ്, നല്ല ബെഡ്, നല്ല ബെഡ്. ആൻഡ് 2 സ്ലാബ് ഇങ്ങനെ വെക്കണം. ഇവിടുന്ന് ഈ വൈറ്റ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ വൈറ്റ് ഇവിടെ വെക്കണം. കറക്റ്റ് തേങ്ങി. ആൻഡ് ഇവിടെ 2 ടോർച്ച് വെക്കണം. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളൂ. ടോർച്ച് എൻ്റെ കയ്യിലുണ്ടോ? ഉണ്ട്. അയണും ഉണ്ട്. അപ്പോൾ ആയി. ലാൻറ്റേനായി. ആഹാ, എൻ്റെ വീട് ഇപ്പോൾ താൽക്കാലികമായിട്ട് സോംബീസൊക്കെ നിറങ്ങിയിരിക്കുകയാണ്. ഇത് വെക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ഒന്നും സ്പോണാവില്ല. ഇവിടെ ടോർച്ചും വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. അവിടെ ഇത്തിരി വീരവാതകമായ ഫൈറ്റ് അടക്കാൻ പോവാണ് ഗൈസ്. കണ്ടോ ടോർച്ച് കണ്ടോ? ഫസ്റ്റ് ഞാനിത് മാറ്റി ബെഡ്റൂം എന്നാക്കട്ടെ. ഓക്കെ, ഇനി ഇത്തിരി ഫൈറ്റും കാര്യങ്ങളുമാണ് നടക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ കയറുവാടാ. നീയൊക്കെ എൻ്റെ വീട്ടിൽ കയറാനാടാ പരിപാടി. MC-നെ തല്ലാറായടാ. എൻ്റെ വീട്ടിൽ കയറി എന്നെ തല്ലുന്ന. എൻ്റെ വീട്ടിൽ കയറി നന്ദി കാണിക്കളാ. ഇത് സെറ്റായി. ഇനി ഇത് വെക്കുവാണെങ്കിൽ ഓക്കെ ആവും. കുറച്ച് ലുക്ക് കിട്ടാൻ വേണ്ടി ഞാനിത് ഇങ്ങനെയാണ്. കുഴപ്പമില്ല കാണാൻ. അത്ര ലുക്ക് ഇടില്ല. പൊട്ടല്ലേ? ഇല്ല, പൊട്ടില്ല. 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 ഇനി വഹിക്കാം. യെസ്, അത് ഓക്കെ. ബെഡ്റൂമിൻ്റെ കാര്യം ഓക്കെ. ഇനി ഇവിടെ ഒരു ബാരിയർ ഇവിടെ കൊണ്ട് വെക്കണം. അവിടെ ഒരു ബാരിയർ വെക്കണം. അപ്പം അതും കൂടെ സെറ്റ് ചെയ്യാം. ഇപ്പം കാണാൻ ഇത്തിരി കൂടെ നല്ലതാവും. അഞ്ച് ബാരിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരിക്കട്ടാ. വൈകാൻ്റെ ലാൻഡ് വെച്ച് ഞാൻ സെറ്റാക്കും. ഇവിടെ ഒരു ബാരിയർ. പിന്നെ ഇത് റൂമാണെന്നറിയാൻ വേണ്ടി 4 ബാരിയർ ഇവിടെ കിടക്കുന്ന റൂമിൽ. ഇത് കാണാൻ ഇത്തിരി നല്ല ലുക്കുണ്ട്. അങ്ങനെ എനിക്കിങ്ങനെ ഒന്ന് ഇറങ്ങാൻ കഴിയും. തനങ്ങനെ സ്ഥലം വെച്ചുകൊണ്ട് ഓക്കെ. അങ്ങനെ A റൂം നമ്മളങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇനി B റൂം. സ്മെൽറ്റിംഗ് ഏരിയ സെറ്റാക്കണം. സ്മെൽറ്റിംഗ് ഏരിയ എവിടെ സെറ്റാക്കാം? ഇവിടെ ആകുമ്പം 1 2 3 4 ഇങ്ങനെ സെറ്റാക്കണ്ട. ഇങ്ങനെ അങ്ങോട്ട് സെറ്റാക്കാം. ഈ റൂമിൽ കൊണ്ടാൽ മതിയായിരുന്നു. എനിക്കൊന്ന് നോക്കട്ടെ. ഇവിടെ ഇത് വരുവാണെങ്കിൽ ഇവിടെ ഹോപ്പർ വരും. ഇവിടെ ഹോപ്പറിൻ്റെ റെയിൽ ഇല്ല, പറ്റൂല. എനിക്ക് ഇത്തിരി കൂടെ താത്തേണ്ടി വരും. ഇവിടെ സ്റ്റെയർ ഇട്ട് അത് സെറ്റാക്കുവാണെങ്കിൽ സ്റ്റെയർ ഇട്ട് സെറ്റാക്കാൻ കഴിയും. അപ്പം
ഒക്കെ നശിച്ചു പോവടാ. നീയൊക്കെ നീരാളിയായി പോവും. ഇനി ലിവർ ഉണ്ടാക്കാം. 2 ലിവറും കൂടെ മതി. പിന്നെ ഇതുമായി ഈ 2 ലിവറുമായി. ക്രീപ്പർ അവിടെയാ, നമുക്ക് വീണ്ടും അകത്ത് കയറാം. ക്രീപ്പർ വെറും പൊട്ടനാണ് ഗൈസ്, പൊട്ടൻ. അവൻ എൻ്റെ അടുത്ത് കളിക്കാൻ വന്നിരിക്കുന്നു. ക്രീപ്പർ പൊട്ടാൻ ഇതാ. ഓക്കെ, ഇനി ഞാനിത് ഓണാക്കി കഴിഞ്ഞാൽ 2 ഓടുമെന്നാണ് വീഡിയോക്കകത്ത് പറഞ്ഞത്. യെസ്, രണ്ടാമത്തത് ഓടിയാ. രണ്ടാമത്തെ എടുത്ത് ചോദിക്കാം. ഇത് ഓടാനാ. വാങ്ങിക്കാട്. അതെന്ത് പറ്റി? ഓ ഓ ഓ അത് ശ്രദ്ധിച്ചില്ല. ബ്ലോക്ക് വേണം. അവിടെ ബ്ലോക്കില്ല. ഓക്കെ, അതുമായി ആൻഡ് ഇവിടെ ബ്ലോക്ക് അതുമായി. ആൻഡ് ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ യെസ്. ബട്ട് ഇനി തിരിച്ചെങ്ങനെ പോകും? അത് പൊട്ടിക്കാം. ഓക്കെ, ഇനി ഈ ലിവർ ഓഫ് ആയി കഴിഞ്ഞാൽ 2 നിൽക്കേണ്ടതാണ്. എനിക്ക് ഒരെണ്ണം നിന്ന് പറ്റാത്ത നിന്ന്. ഇനി ഇത് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ഒരുമിച്ച് സ്റ്റാർട്ടാകും. അങ്ങനെ ഇതും കംപ്ലീറ്റ് ആയി. സ്റ്റോറേജ് ഏരിയ, നമ്മുടെ സ്മെൽറ്റിംഗ് ഏരിയ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ടോർച്ച് വെക്കാം. ഓക്കെ, അങ്ങനെ സി റൂമിൽ എൻജോയ്മെൻറ്റ് റൂമാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും ആയിട്ടില്ല. ആവുന്ന വരെ ഇത് ഫ്രീ ആയിട്ട് അവിടെ ഒഴിഞ്ഞിരിക്കട്ടെ. ഡി സ്റ്റോറേജ്. ഇവിടെ നമ്മുടെ സ്റ്റോറേജ് ടെസ്റ്റ് കാര്യങ്ങൾ വരും. അധികമൊന്നുമില്ല. ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 അത്രേ ഉള്ളൂ. കുഞ്ഞ് സ്റ്റോറേജ് ഏരിയ. അതായത് ഇവിടെ ഡയമണ്ട്, ലാപ്പീസ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ വേറെ വുഡിൻ്റെ അത് ഐറ്റംസൊക്കെ ഇവിടെ ഒക്കെ വയ്ക്കും. അതിനായിട്ടാണ് ഞാൻ ഈ താഴെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ താഴെ ഒരു സ്ഥലത്തായിട്ടായിരിക്കും നമ്മുടെ 2ാമത്തെ സ്റ്റോറേജ് വരുന്നത്. അതും ഇപ്പോഴും നല്ല പണി ചെയ്യുന്ന ഒരു നല്ല ഡയമണ്ട് പിക്കേഴ്സൊക്കെ ആകുമ്പോൾ നമുക്കതും പണി ചെയ്യാം. അപ്പോൾ അതുവരെ നമ്മുടെ വീട് പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പോൾ നാളെ നമുക്ക് ട്രേഡിങ് ഹാൾ ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റോറേജിനുള്ളതായിട്ടുള്ള ചെസ്റ്റും കാര്യങ്ങളും എടുക്കട്ടെ. ഒരു 20 ചെസ്റ്റ് അത്രയും ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കുന്നുള്ളൂ. 20 കൂടുതലുണ്ട്. ഇത് ഓരോ ചെസ്റ്റിൽ ഓരോ സാധനം. അതായത് ഡയമണ്ട് ഒരു ചെസ്റ്റ്, ലാപ്പിസ് വേറെ ചെസ്റ്റ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ കാണില്ല. ഇതിൽ OP ഐറ്റംസ് അയണൊന്നും ഇതിൻ്റെ അകത്ത് വരില്ല. അയണൊക്കെ റയറല്ല, കോമൺ ആയി കാര്യം. നമുക്ക് പയം കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഇവിടെ വ്യൂ കാണാൻ വേണ്ടിയാണ് ഞാൻ ആ സ്ഥലത്ത് വെക്കാത്തത്. നമുക്ക് കാണണ്ടേ ഇങ്ങനെ. അതിന് വേണ്ടി ഇവിടെ പിന്നെ ഇതിന് താഴെ ഗ്ലാസ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. ചുമ്മാ എനിക്ക് ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഗ്ലാസ് വെച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. തുടക്കം എൻട്രൻസ് കഴിയുമ്പോൾ തന്നെ സ്റ്റോറേജ് ആദ്യം മടുപ്പാണ്. ഇനി 7 എണ്ണം ഉണ്ട്. അത് ഇങ്ങനെ വെക്കാം. അത് നൈസ്. നമ്മുടെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അങ്ങനെ തട്ടിക്കുട്ടിയായിട്ടുണ്ട്. ഇത് എടുക്കും. ഇത് ഇവിടെ അല്ല, ഒരെണ്ണമല്ല. ഇങ്ങനെ ഇതാണ് നമ്മുടെ തട്ടിക്കുട്ടി സ്റ്റോറേജ്. ഓക്കെ, അതുമായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസം
വീട് വർക്ക് മാറ്റി വെക്കാം. അത് നല്ലൊരു ടൂൾസൊക്കെ ആവട്ടെ. ഇത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ട്രേഡിംഗ് ഹാളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വൈകാതെ നോക്കാം നമുക്ക്. അപ്പം ആ കമൻറ്റ് ചെയ്ത ആ രണ്ട് ബ്രോക്കും എൻ്റെ ഒക്കെ താങ്ക്സ്. വേറെ കുറച്ച് പേര് കിച്ചൺ പിന്നെ ബാത്റൂമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ അടിക്കുക. ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.